അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൂറ മുൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ സൂറ മുൽക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ്. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ്. അതേപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയോ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, രാത്രി കിടക്കുന്നതൊക്കെ മുന്നേ സജ്ജത സൂറ മുൽക്ക് ഓതണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ സൂറ മുൽക്കിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നറേറ്റ് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ഇൻഡീഡ് ദർ ഈസ് എ സൂറ ഇൻ ദ ഖുർആൻ ഓഫ് 30 ആയത്ത്. അതായത് തീർച്ചയായിട്ടും ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്ത് അടങ്ങിയിട്ടുള്ള ഒരു സൂറത്തുണ്ട്. വിച്ച് ഇൻ്റർസീഡ്സ് ഫോർ എ മാൻ അണ്ടിൽ ഹീ ഈസ് ഫോർഗിവൺ. അതായത് ഒരാൾക്ക് മാപ്പ് കിട്ടുന്നത് വരെ, ഫോർഗീവൺ ആവുന്നത് വരെ അതെന്താക്കും, അവനക്ക് വേണ്ടിയിട്ട് ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് തബാറക്കല്ലദി ബിയദിൽ മുൽക്ക്. അതായത് ഇതേത് സൂറത്താണ്? തബാറക്കല്ലദി ബിയദിൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സൂറ മുൽക്കിനെ കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ദുനിയാവ് കഴിഞ്ഞാൽ ഒരു ലൈഫ് ഉണ്ടല്ലേ. അതായത് ആ ലൈഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണോ ചെയ്തത് അത് മാത്രം നമുക്കവിടെ കൊണ്ടുപോകാൻ പറ്റും. ആ അത്തരത്തിലുള്ള ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും വരാനുള്ളത് നമുക്കറിയാം, നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ബോധമുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ദിവസം നമ്മൾ മൈൻഡ്ഫുൾ ഇല്ലാതെ നമ്മൾ എന്താ പറയുക സ്പെൻഡ് ചെയ്യും. ഞാൻ ഉൾപ്പെടെ നമ്മൾ ചിലപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ആ ഒരു നമ്മളടുത്ത ലൈഫിൽ നമുക്ക് ആ ഒരു നമ്മുടെ ബുക്ക് ഓഫ് ഡീഡ് തരുന്ന സമയത്ത് അതിൽ നമ്മൾ എല്ലാ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും ചെയ്ത സംഭവങ്ങൾ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും, സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഇന്നലെ എന്താ ചെയ്തത്, കുറച്ച് മുന്നേ എന്താ ചെയ്തത് പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൽ എത്രത്തോളം തെറ്റുണ്ടാവും, എത്രത്തോളം ഗുഡ് ഡീഡ്സ് ഉണ്ടാവും ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇനിയുള്ള ലൈഫെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താ പറയുക, കുറച്ചും കൂടി മൈൻഡ്ഫുള്ളായിട്ട് ഗുഡ് ഡീഡ്സ് മാത്രം അതിൽ സ്ക്രിബിൾ ഡൗൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടായിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രമേ നമ്മൾ കൂട്ടായിട്ടുണ്ടാവും. നമ്മൾ ചീത്തയാണ് ചെയ്തെങ്കിൽ ചീത്തയായിരിക്കും ഉണ്ടാവുക, നല്ലതാണോ ചെയ്തതെങ്കിൽ നല്ലതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഫോഗീവ് ചെയ്ത് കിട്ടുന്നത് വരെ ഈ ഒരു സൂറ മുൽക്ക് എന്താ പറയുക, നമുക്ക് ഇൻ്റർസൈഡ് ചെയ്തുകൊണ്ടേ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴ് ഈ ഒരു ദുനിയാവിൽ ഈ സൂറത്തിനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പിടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലൈഫിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സൂറ മുൽക്ക് ഉണ്ടാവും. നമ്മൾ ഗ്രേവിലുണ്ടാകുന്ന സമയത്തും ഒക്കെ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈ സൂറ മുൽക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൂറത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്തായാലും ഒരിക്കലും ഒരു ദിവസം പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സൂറത്താണ് ഈ ഒരു സൂറ മുൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓതി, അതായത് നോർമലി ഇത് റെസീറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇൻറ്റൻഷൻ ഒന്നുകൂടെ പുതുക്കിയിട്ട് ഒന്നുകൂടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റെസീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ, ഇടയ്ക്കിടെ വിട്ടു പോകുന്ന എപ്പോഴെങ്കിലും ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ളവരാണെങ്കിൽ മച്ച് മോർ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ ദിവസവും അതൊന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കതൊരു ഹാബിറ്റായാൽ പിന്നെ നമുക്കത് ഓതാതെ കിടന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അതാണ് ഞാൻ മുൽക്ക് ഓതില്ലല്ലോ എന്നുള്ള നമുക്കൊരു വെപ്രാളുണ്ടാവും. ഓക്കെ, ആ ഒരു തരത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിക്കാൻ നോക്കാം. എന്ത് തന്നെ സംഭവിച്ചാലും രാത്രി മുൽക്ക് സൂറത്ത് ഓതാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ പിന്നെ ചിലപ്പോൾ നമുക്ക് അത്രയും വാലിഡ് റീസൺസ് ആണ്. ചിലപ്പോൾ നമുക്ക് മറന്നു പോയതാവാം, അല്ലെങ്കിൽ അത്രയും പറ്റാത്തത് കൊണ്ട്, ഇപ്പോൾ മറവി അല്ലാതെ തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഓതാൻ സാധിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് സൂറ മുൽക്ക് നമുക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി രാത്രി കിടക്കുന്നതൊക്കെ മുന്നേ ഓതനാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താക്കുക, ആ ഹോപ്പ് വിടണ്ട, ഞാൻ ഇന്ന് മിസ് ചെയ്തു, ഇനിയിപ്പോൾ ആ ഒരു ഫ്ലോ പോയി, ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. രാത്രി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ സുബഹിക്ക് ഓതാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം. അല്ല നമ്മളോട് ഒരിക്കലും പെർഫെക്റ്റ് ആവാനൊന്നും പറഞ്ഞിട്ടില്ല, 100% പെർഫെക്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതമ്മിലെ സന്തതികൾ തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് രാത്രി ഓതാൻ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താക്കുക, സുബഹി നിസ്കരിച്ച ഉടനെ ഖുർആൻ എടുത്തിട്ട് സൂറ മുൽക്ക് ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ ഈ സൂറ മുൽക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു 3-4 ഭാഗമാക്കിയിട്ട് ഇതിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്. അതിൽ അള്ളാഹ് നമുക്ക് പ്രൊവൈഡ് ആക്കിയ കാര്യത്തിനെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ ആദ്യം നമുക്ക് നമ്മളെ മരിപ്പിച്ചു, ജീവിപ്പിച്ചു, എന്തിനാണ് ജീവിപ്പിക്കുന്നത്, നമ്മൾ ഏറ്റവും അഹ്സനായിട്ട് ആരാന്ന് ഇവിടെ ടെസ്റ്റ് വിജയിച്ചു പോകുന്നത് എന്നുള്ളത്,
അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളിവിടെ ദുനിയാവിലേക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വാർണിംഗ് വന്നിട്ടും അള്ളാഹിലേക്ക് റിട്ടേൺ പോവാത്ത ഒരു കൂട്ടരെ എന്താ പറയുക, ഹെല്ലിലേക്ക് എറിയുന്ന സമയത്ത് ഹെല്ലിനെ ഗോഡ് ചെയ്തിട്ടുണ്ടാകുന്ന, അതായത് നരകത്തിനെ ഗോഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഏഞ്ചൽസും ഈ ഹെല്ലിലേക്ക് എറിയപ്പെടുന്ന ആൾക്കാരും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ തഫ്സീർ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഫിയർ വരും. നമ്മൾ തിരിച്ചു പോകണം, ഈ ലൈക്ക് എന്താ പറയുക, ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവും. ഇത് ദുനിയാണ്, ഇത് ടെസ്റ്റിനുള്ള പ്ലേസാണ്, ആഖിറാണ് ആക്ച്വലി നമ്മളെ എറ്റേണൽ ലൈഫ് എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടും. ആ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും കുറച്ചും കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫിയർ, നമുക്ക് കുറച്ചൊക്കെ ഫിയർ വേണം, എന്നാലേ നമുക്ക് ഇവിടെ ആഖിറത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. എന്നാലും മൊത്തത്തിൽ ഫിയർ ആയാൽ പിന്നെ ഇവിടെ വർക്ക് ചെയ്യാനും പറ്റില്ല. എന്നാലും കുറച്ച് ഫിയർ നമുക്ക് വേണം. അപ്പോൾ അത്തരത്തിലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുകയാണെങ്കിൽ സൂറ മുൽക്കിൻ്റെ തഫ്സീറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സൂറ മുൽക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.